വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ശാലിനിയോട് പറയുന്നുണ്ട്, ഇതെൻ്റെ അപേക്ഷയല്ല, ആജ്ഞയാണ്. ഇതനുസരിക്കാതിരുന്നാൽ പിന്നെ ഈ വീടിൻ്റെ പടി കടന്ന് നിനക്കൊരിക്കലും ഇവിടേക്ക് വരേണ്ടി വരില്ല. ഒരു അഗതിയായി പോലും നിനക്ക് കടന്നു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ ശേഷം അങ്ങ് റൂമിലേക്ക് പോവുകയാണ് സത്യഭാമ. തുടർന്ന് സുസ്മിതയും പോയ ശേഷം ദയനീയമായി മോളേന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സങ്കടത്തോടെ നിൽക്കുന്ന പ്രീതിയെയും രാഘവൻ നായരെയും നോക്കി ശാലിനി പറയുന്നുണ്ട്, നീന്തിക്കിടക്കേണ്ട തീക്കനലുകളെക്കുറിച്ച് ശരിയായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിവിടേക്ക് വന്നത്. അച്ഛനെന്നും ഇതിനെക്കുറിച്ച് ഒന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് സങ്കടം കടിച്ചമർത്തി മുകളിലേക്ക് കയറി പോവുകയാണ് ശാലിനി. തുടർന്ന് റൂമിലേക്ക് എത്തുന്ന ശാലിനി വിഷ്ണുവിൻ്റെ അടുത്ത് കട്ടിലിരുന്ന ശേഷം ഭാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. അതേസമയം കുടുംബശ്രീ വീട്ടിൽ പുറത്തിരിക്കുന്ന ശാരദാമ്മയോട് ശ്യാമ വന്ന് പറയുകയാണ്, അച്ഛനുറങ്ങി കുറേ ഛർദ്ദിച്ചതല്ലേ, ക്ഷീണമൊക്കെ കാണുമെന്ന്. തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ്, കുഞ്ഞേച്ചി ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, വിഷ്ണുവിൻ്റെ കൂടെയല്ലേ അവൾ പോയിരിക്കുന്നത്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, പക്ഷേ വിഷ്ണുവേട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചേച്ചി അവിടെ നിൽക്കാൻ സത്യാമ്മ സമ്മതിക്കത്തുമില്ല. അന്നേരം ശാരദാമ്മ പറയുകയാണ്, വിഷ്ണു കുടിച്ചതിനും ഇനി ശാലിനി ആയിരിക്കും കുറ്റക്കാരിയാക്കുന്നത്. അതേസമയമാണ് ശാലിനി ശ്യാമയുടെ ഫോണിലേക്ക് ശാരദാമ്മയെ വിളിക്കുന്നത്. അന്നേരം നീ എവിടെയാ, ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, ഇല്ലമ്മേ, എന്നോട് ഇവിടെ നിൽക്കാനായിട്ട് സത്യാമ്മ പറഞ്ഞു. അന്നേരം ആകെ സന്തോഷിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ്, ആഹാ, സത്യാമ്മ അങ്ങനെ പറഞ്ഞോ, അപ്പോൾ സത്യാമ്മയോട് നീ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോ. അന്നേരം ശാലിനി പറയുകയാണ്, ഇല്ലമ്മേ, വിഷ്ണുവേട്ടൻ്റെയും സുസ്മിതയുടെയും വിവാഹം കഴിയുന്നതുവരെ എന്നോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അന്നേരം ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, നീ എന്താ താലി കെട്ടിയ ഭർത്താവിനെ മറ്റൊരു പെണ്ണിന് ദാനം കൊടുക്കാനായിട്ട് അവിടെ നിൽക്കാൻ പോവുകയാണോ? അന്നേരം സങ്കടത്തോടെ ശാലിനി പറയുകയാണ്, ഇല്ലമ്മേ, ഈ ലോകം മുഴുവൻ എനിക്ക് പകരം തരാമെന്ന് പറഞ്ഞാലും എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അന്നേരം വീണ്ടും ദേഷ്യത്തോടെ ശാരദാമ്മ ചോദിക്കുകയാണ്, എടി മോളെ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവൻ്റെ വിവാഹമാണ്. ഇനിയും നീ അതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നോന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മയെന്ന്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് നോക്കി നീ അവിടെ നിന്നോ, അതിന് നീ സാക്ഷിയാകേണ്ടി വരും. അതനുഭവിക്കേണ്ടി വന്നവളാണ് നിൻ്റെ അമ്മ എന്ന് നെഞ്ചത്ത് കൈവച്ച് ശാരദാമ്മ പറയുമ്പോൾ ശാരദാമ്മയെ ആശ്വസിപ്പിച്ച് ശാലിനി പറയുകയാണ്, ഇല്ലമ്മേ, ലോകത്ത് നീതിയും വിശ്വാസവും ഒക്കെ ഇല്ലേ, അങ്ങനെ ഒന്നും നടക്കില്ല. നീ ഇനിയെങ്കിലും സത്യാമ്മയോട് തുറന്നു പറയ് എന്ന് പറയുമ്പോൾ അമ്മ ധൈര്യമായിട്ടിരിക്കെ, ഒന്നും നടക്കില്ല, കല്യാണമോ ഹണിമൂണോ ഒന്നും നടക്കില്ല, ആത്യന്തിക വിജയം ഈ ശാലിനിയുടേതായിരിക്കും. അമ്മ ധൈര്യമായിട്ടും സമാധാനമായിട്ടും അവിടെ ഇരിക്കെ, ഫോൺ വെച്ചോ എന്ന് പറയുകയാണ് ശാലിനി അന്നേരം. തുടർന്ന് ഫോൺ വെച്ച ശേഷം ശ്യാമ കാര്യം തിരക്കുമ്പോൾ, നിന്റെ ചേച്ചിയുടെ തന്നിഷ്ടം, അവൾ വിശ്വസിക്കുന്നതാണ് എല്ലാ കാര്യവും, അവൾ പറയുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, അമ്മ അച്ഛൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്ന്. അതിനെവിടെന്നാ സമയം, ഞാൻ പറയുന്നത് വല്ലോ അവൾ കേൾക്കാൻ തയ്യാറാകുന്നോ എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനിയങ്ങ് വഴക്ക് പറയുകയാണ് ശാരദാമ്മ. തുടർന്ന് ശ്യാമ ശാരദാമ്മയോട് പറയുന്നുണ്ട്, അമ്മ സത്യാമ്മയെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുക, കല്യാണം വരെ എത്തിയില്ലേ, ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ. അന്നേരം അത് ശരിയാണെന്ന് ശാരദാമ്മയും ചിന്തിക്കുന്നുണ്ട്. അതേസമയം വിഷ്ണുവിൻ്റെ അടുത്തിരുന്ന് വിഷ്ണുവിൻ്റെ തലയിലിങ്ങനെ തലോടിക്കൊണ്ട് ശാലിനി പറയുകയാണ്, ഒരുപാട് സങ്കടങ്ങൾ ഈ ചങ്കിനകത്തുണ്ടെന്ന് എനിക്കറിയാം, അതൊക്കെ ഞാൻ കാരണമാണെന്നും അറിയാം, പക്ഷേ ഇങ്ങനെ കുടിക്കല്ലേ എന്നൊക്കെ വിഷ്ണുവിനെ നോക്കി പറഞ്ഞ് വിഷ്ണുവിൻ്റെ തലയിലങ്ങനെ തലോടുകയാണ് ശാലിനി. തുടർന്ന് സോറിയൊക്കെ പറയുന്നുണ്ട് ശാലിനി വിഷ്ണുവിനോട്. അന്നേരം അത് കണ്ടുകൊണ്ട് വന്ന സുസ്മിത ചോദിക്കുകയാണ്, എന്താടി, ഇമോഷണൽ ഡ്രാമയാണോ ഇവിടെ നടക്കുന്നത്? ആണെങ്കിൽ എന്ന് പറഞ്ഞ് കട്ടിൽ നിന്നും ശാലിനി എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് സുസ്മിത അകത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി നിന്റെ ആവശ്യം ഇവിടെ ഇല്ല, ഇന്നു മുതൽ വിഷ്ണുവേട്ടൻ എൻ്റേതാണ്. അന്നേരം നീ മാത്രം അത് തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ് ശാലിനി. തുടർന്ന് സുസ്മിത പറയുകയാണ്, തീരുമാനിച്ചത് ഞാനല്ല, ഭാമ ആൻറ്റി തന്നെയാണ്. അതിനപ്പുറം ആരാടി തീരുമാനിക്കേണ്ടതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ നോക്കി ശാലിനി പറയണം, അതിനപ്പുറം ഒരാളുണ്ട്, വിഷ്ണുവേട്ടൻ. നീ തലകുത്തി നിന്ന് തപസ് ചെയ്താലും എൻ്റെ വിഷ്ണുവേട്ടനെ നിനക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ നിനക്ക് ഇടം പിടിക്കാനാകില്ല എന്ന് പറയുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ്, നീ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ട് എത്ര വർഷമായി? ഒരേ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടോ? അവിടെയാടി പെണ്ണിൻ്റെ മിടുക്ക്. എൻ്റെ കയ്യിലേക്കൊന്ന് വിഷ്ണുവേട്ടനെ കിട്ടട്ടെ, അവിടെ പിന്നെ സുസ്മിത എന്നൊരു മന്ത്രജപം മാത്രമേ കാണുകയുള്ളൂ. അന്നേരം കളിയാക്കി തന്നെ ശാലിനി പറയുകയാണ്, നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല സുസ്മിതെ, എന്തെങ്കിലും ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നീ വിഷ്ണുവേട്ടനെ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നിന്റെ ആ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വിഷ്ണുവേട്ടൻ ഒരു പാവമാണ്, ആ മനസ്സിൽ ഈ ശാലിനിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. പിന്നെ മോഹം അതിര് കടന്നാലായിട്ട് ശ്രീരാമചന്ദ്രൻ്റെ പുറകെ നടന്ന ശൂർപണയുടെ അവസ്ഥയായി പോവും നിൻ്റേത് എന്ന് സുസ്മിതയോട് പറയുകയാണ് ശാലിനി.
അന്നേരം സുസ്മിത ചോദിക്കുന്നുണ്ട്, 2 വട്ടം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെയും വിഷ്ണുവേട്ടൻ്റെയും വിവാഹമാണ്. പിന്നെ എന്ത് ധൈര്യത്തിലാടി നീ നിന്ന് ചിലയ്ക്കുന്നത്? മുകളിൽ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. സൂര്യൻ ഉദിക്കണോ വേണ്ടെന്നൊക്കെ അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്. അന്നേരം ചലഞ്ച് എന്ന് കൈ ഉയർത്തിക്കാട്ടി ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം ശാലിനി പറയുകയാണ്, നിന്നോട് ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്നാലും നിന്റെ ഒരു സമാധാനത്തിന് ഞാനും ചലഞ്ച് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ് ശാലിനി. നമുക്ക് കാണാമടി, ഇനി മുതൽ ഞാനായിരിക്കും വിഷ്ണുവേട്ടൻ്റെ ഭാര്യ. വിഷ്ണുവേട്ടനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും എനിക്കായിരിക്കുമടി എന്ന് സുസ്മിത പറയുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, പക്ഷേ ഇപ്പോൾ വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ഞാനാണ്. ഇവിടുത്തെ അവകാശങ്ങളും അധികാരങ്ങളുമൊക്കെ എനിക്കാണ്. ഇറങ്ങിപ്പോടി ഇവിടെന്ന്. ഞാൻ ചൂലെടുക്കണോ എന്ന് സുസ്മിതയൊന്ന് രൂക്ഷമായി നോക്കി ചോദിക്കുകയാണ് ശാലിനി. അന്നേരം കാണിച്ച് തരാമടി എന്നും പറഞ്ഞ് റൂമിന് പുറത്തേക്ക് സുസ്മിതയും പോകുന്നു. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീടാണ്. അവിടെ ഗോപാലകൃഷ്ണൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും കട്ടിലിൽ കുറേ മുണ്ടും ഷർട്ടുമൊക്കെ തേച്ച് മടക്കി വെച്ചിരിക്കുന്നതാണ് ഗോപാലകൃഷ്ണൻ കാണുന്നത്. തുടർന്ന് സന്തോഷത്തോടു കൂടി തലയൊക്കെ തോർത്തിയ ശേഷം അതിൽ നിന്നും ഒരു ഷർട്ട് ഗോപാലകൃഷ്ണൻ എടുത്തിടുമ്പോഴേക്കും ഗോപാലകൃഷ്ണനുള്ള മരുന്നുമായി വരികയാണ് ചിരിച്ച് സന്തോഷത്തോടു കൂടി ശാരദാമ്മ. തുടർന്ന് കുളിയൊക്കെ കഴിഞ്ഞു. ദാ ഇത് കഴിച്ചാട്ടെ എന്നും പറഞ്ഞ് മരുന്നൊഴിച്ചു കൊടുക്കുകയാണ് ശാരദാമ്മ. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നീ ഈ ഉടുപ്പും മുണ്ടുമൊക്കെ സൂക്ഷിച്ച് വച്ചിരുന്നോ എന്ന്. അന്നേരം എനിക്ക് ഓർമ്മകളൊക്കെ മാത്രമേ ഉള്ളൂ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. ഇതൊക്കെ അലക്കി തേച്ച് കൈതപ്പൂ ഇട്ട് വച്ചിരുന്നതാണ് എന്ന് ചിരിച്ച് ശാരദാമ്മ പറയുന്നുണ്ട്. രാവിലെ ശ്യാമയെ കൊണ്ട് എടുപ്പിച്ചതാണ്. പൂവൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടാകും, സുഗന്ധവുമില്ല, ശാരദയുടെ ജീവിതം പോലെ തന്നെ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ശാരദാമ്മ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണന്റെ മുഖവും മാറുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ശാരദയെന്നും പറഞ്ഞ് ചെല്ലുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് പെട്ടെന്ന് വിഷയം മാറ്റാനായി, ഇത് കഴിച്ച് വെറും വയറ്റിൽ കഴിക്കണമെന്നാണ് വൈദ്യം പറഞ്ഞത് എന്നും പറഞ്ഞ് കഷായം കൊടുക്കുകയാണ് ഗോപാലകൃഷ്ണന് ശാരദാമ്മ. അന്നേരം ആ ഗ്ലാസ് ഒന്ന് ഉയർത്തി നോക്കിയിട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഒരാൾ ജീവൻ കളയാൻ വേണ്ടി തരുന്നു, ഒരാൾ ജീവൻ തിരികെ നൽകാൻ വേണ്ടി തരുന്നു. എന്തൊരു വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അങ്ങ് സങ്കടപ്പെടുകയാണ്. എല്ലാം ഈശ്വരൻ്റെ കളിയാണ് എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഈശ്വര ദർശനം കഴിഞ്ഞു വന്ന എൻ്റെ മുമ്പിൽ തന്നെ ഗോപാലേട്ടൻ പെടുമോ? അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുപോയി ചികിത്സിച്ചതും രക്ഷിച്ചിവിടം വരെ കൊണ്ടെത്തിച്ചതും എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. തുടർന്ന് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാരദെ, നിന്റെ പേര് വിളിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. പക്ഷേ നിന്നോട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ കൈകൂപ്പി നിൽക്കുമ്പോൾ ആ കയ്യിൽ പിടിച്ച്, ഗോപാലേട്ടൻ ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് ശാരദാമ്മയും പറയുന്നു. അന്നേരം ജനലിൽ കൂടി ഇതൊക്കെ കണ്ട് അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് ശ്യാമയും. അതേസമയമാണ് രാജേശ്വരി അവിടേക്ക് വരുന്നത്. കാറിൽ വന്നിറങ്ങുമ്പോൾ ഹോട്ടൽ പൂട്ടിയിട്ടിരിക്കുന്നതും വീടിൻ്റെ വാതിൽ അടച്ചിരിക്കുന്നതും രാജേശ്വരി ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ആരുമില്ലേ ഇവിടെയെന്നും പറഞ്ഞ് വാതിൽക്കൽ തട്ടുമ്പോൾ പെട്ടെന്ന് ഗോപാലകൃഷ്ണനും ശാരദാമ്മയും ശ്യാമയും ഒക്കെ പേടിക്കുന്നുണ്ട്. നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്യാമ പോയി കതവ് തുറക്കുമ്പോൾ രാജേശ്വരിയെ കണ്ട് ആകെ അങ്ങ് വെപ്രാളമാവുകയാണ് ശ്യാമയ്ക്ക്. ഗുഡ് മോർണിംഗ് ശ്യാമക്കുട്ടി എന്ന് രാജേശ്വരി പറയുമ്പോൾ പേടിച്ചങ്ങ് പുറത്തേക്കിറങ്ങി വാതിൽ ചാരി നിൽക്കുന്ന ശ്യാമയെ കണ്ട്, നീ എന്താടി കുന്തം വിഴുങ്ങിയ പോലെ ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് പറയണമെന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ രാജേശ്വരി ചോദിക്കുന്നുണ്ട്. കോളേജ് ഫസ്റ്റായിട്ടും മാനേഴ്സൊന്നും പഠിച്ചിട്ടില്ലേ എന്ന് രാജേശ്വരി ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ഒന്ന് പേടിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ് ശ്യാമ. അയ്യേ, ഇതെന്തൊരു ഗുഡ് മോർണിംഗ് ആണ്, ഒന്ന് ജീവനില്ലാത്ത പോലെയെന്ന് രാജേശ്വരി പറയുന്നു. അന്നേരം പുറത്തേക്ക് വന്ന് നോക്കുകയാണ് ശാരദാമ്മ. രാജേശ്വരിയെ കണ്ടൊന്ന് പരിഭ്രമിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, അല്ല ശാരദാമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി മുൻവാതിലൊക്കെ അടച്ചിരിക്കുന്ന കണ്ടപ്പോൾ നിങ്ങളിവിടെ ഇല്ല, എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന്. അതേസമയം അകത്ത് നിൽക്കുന്ന ഗോപാലകൃഷ്ണനും സ്വല്പം പേടിയോടെ തന്നെ നിൽക്കുകയാണ്. രാജേശ്വരി വരുമോ, തന്നെ കണ്ടെത്തുമോ എന്നുള്ള ഒരു വെപ്രാളത്തോടു കൂടി. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്